കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഒരു തിരുവെഴുത്ത് ഈ പകൽക്കാല ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വേദഭാഗം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ആരാണോ ദൈവത്തോട് അടുത്തു വരുന്നത്, ദൈവത്തോട് അടുത്തു വരുന്ന ഏതു വ്യക്തിയായാലും അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ദൈവം പ്രാപ്തനാണ്. നിന്റെ തകർച്ചയിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ ദൈവ സർവശക്തനാണ്. ഏതൊക്കെ മേഖലകളിലാണ് തകരപ്പെട്ടിരിക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്? ജോലി മേഖലയിലാണോ? കുടുംബജീവിതത്തിലാണോ? സ്തോത്രം. വിദ്യാഭ്യാസ മേഖലയിലാണോ? ആത്മീയമായ ശുശ്രൂഷ മേഖലകളിലാണോ? ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടോ? ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് കൈമാറട്ടെ. ദൈവത്തോടൊന്ന് അടുത്തു വരാൻ നമ്മൾ തയ്യാറായാൽ, നിലവിളിയോടെ കണ്ണുനീരോടെ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരാൻ നമ്മൾ തയ്യാറായാൽ, ഈ പകലിൽ ദൈവവചനത്തിലൂടെ കൈമാറി പറയുന്നു, നിങ്ങളെ രക്ഷിപ്പാൻ എൻ്റെ ദൈവം പ്രാപ്തനായ ദൈവമാണ്. അതാ തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്തു വരുന്നവരെ രക്ഷിപ്പാൻ, യേശു ക്രിസ്തു മുഖാന്തരമായി. സമാധാനമില്ലാതെ അലയുന്ന വ്യക്തിയാണോ? ജീവിതത്തിനകത്ത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട വ്യക്തിയാണോ? എല്ലാം തകർക്കപ്പെട്ട വ്യക്തിയാണോ? നീതിയൊന്നും ലഭ്യമാകാതെ ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും നീതി കിട്ടാത്തൊരനുഭവത്തിലാണോ താങ്കളായിരിക്കുന്നത്? തിരുവെഴുത്ത് പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ രക്ഷയുണ്ട്. രോഗിയായി എല്ലാം തകർന്ന് ഇനി മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് പ്രതീക്ഷിച്ചാണോ ആയിരിക്കുന്നത്? ഭാരപ്പെടല്. ദൈവത്തോട് അടുത്തു വാ, ദൈവത്തോട് പ്രാർത്ഥിക്ക്, ദൈവത്തോട് നിലവിളിക്ക്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് നിത്യരക്ഷ. യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് സകലത്തിലും വിടുതല്. ആ യേശു ക്രിസ്തുവിലേക്കൊന്ന് അടുത്തു വരുവാൻ തയ്യാറാകുമോ? മറ്റൊരുത്തരിലും രക്ഷയില്ല. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ നൽകിയ ഒറ്റ നാമം, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകിയ ഒറ്റ നാമം, അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ യേശു ക്രിസ്തു മുഖാന്തരം നമുക്കൊരു വിടുതലുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമുക്കിതിലൊക്കെയും പൂർണ്ണ ജയം നൽകി എന്ന് റോമാലേഖനം പഠിപ്പിക്കുമ്പോൾ, ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച, നിങ്ങളെന്ന് അനുഭവിക്കുന്ന ഏത് വിഷയമായിരുന്നാലും അതിനകത്ത് നിങ്ങളെ പൂർണ്ണമായി വിടുവിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ എൻ്റെ ദൈവം പ്രാപ്തനായ ദൈവമാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തോട് അടുത്ത് വരിക. രക്തസ്രാവക്കാരി സ്ത്രീ രക്ഷപ്പെട്ടത് കണ്ടോ? അവിടെ എല്ലാ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് പാളയത്തിന് പുറത്ത് മരണം പ്രതീക്ഷിച്ച് കിടക്കുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം അവൾ കേട്ടു. യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് അവൾ വിശ്വസിച്ചു, ഞാൻ യേശുവിനെ വസ്ത്രത്തിൽ തൊടും. അവൾ ദൈവത്തോട് അടുത്തു വരാൻ തുടങ്ങി. അവൾ യേശുവിനോട് അടുത്തു വരാൻ തുടങ്ങി. യേശുവിനോട് അടുത്തു വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ വിടുതൽ നടന്നെങ്കിൽ എല്ലാവരും വിധിക്കപ്പെട്ട് ഇനി ഒരു വിടുതലില്ല, നിന്റെ ജീവിതം ഇനിയൊരു തകർച്ചയിൽ നിന്ന് ഇനി നിനക്ക് കരകയറാൻ കഴിയത്തില്ല, എല്ലാം തകർക്കപ്പെട്ട അവസ്ഥയെപ്പോലെയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ഞാൻ ദൈവാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ തകർച്ചയിൽ നിന്ന്, നിങ്ങളുടെ പരാജയത്തിൽ നിന്ന്, നിങ്ങളുടെ വേദനയിൽ നിന്ന്, നിങ്ങളുടെ കണ്ണുനീരിൽ നിന്ന്, നിങ്ങളുടെ ഏത് വിഷയമായാലും അതിനകത്ത് നിങ്ങളെ വിടുവിപ്പാൻ ദൈവം സർവശക്തൻ. ഒറ്റ കാര്യം ചെയ്യുക, ദൈവത്തോട് അടുത്ത് വരിക, യേശുവിനോട് അടുത്ത് വരിക. യേശുവിനോട് അടുത്ത് വന്നൊന്ന് പ്രാർത്ഥിക്കാമോ എൻ്റെ കൂടെ? അറിഞ്ഞിട്ടും പിന്മാറിപ്പോയ വ്യക്തിയാണോ?
ദൈവസ്നേഹം രുചിച്ചറിഞ്ഞിട്ടും സാഹചര്യങ്ങൾ കൊണ്ട് പലവിധമായ മേഖലകൾ ദൈവത്തെ അറിയാതെ പോയ വ്യക്തിയാണോ? അതോ ദൈവത്തെ അറിയാത്ത വ്യക്തിയാണോ? യേശുവിനെ അറിയാത്തവരാണോ? ആണെങ്കിൽ യേശുവിനേക്കിൽ നടത്തുക. യേശു നിങ്ങളെ രക്ഷിക്കും, യേശു നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്ക് പൂർണ്ണമായി നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു പൂർത്തീകരണം വരുത്താൻ കഴിയുന്ന യേശു. അതാ ബൈബിളിൽ എബ്രായ ലേഖനം പറഞ്ഞ വിശ്വാസത്തിലെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അതേ കുഞ്ഞെ, നീ യേശുവിനെ നോക്കുക. നിന്റെ തകർച്ചയിൽ നിന്ന്, കുടുംബ തകർച്ചയിൽ നിന്ന്, കുടുംബ ജീവിതത്തിൻ്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, സമസ്ത മേഖലകളിലും പരാജിതനായി ഒരു പരാജയപ്പെട്ടവനെ പോലെ, പരാജയപ്പെട്ടവളെ പോലെ ആണോ നിങ്ങൾ ജീവിതത്തിലായിരിക്കുന്നത്? ഭാരപ്പെടരുത്. യേശുവിനോട് അടുത്ത് വാ. നിങ്ങളെ വിടുവിപ്പാൻ ദൈവ സർവശക്തനാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. യേശുവേ, പരാജയപ്പെട്ടു പോയ, തകർക്കപ്പെട്ടു പോയ പല മേഖലകളും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നവരുടെ ജീവിതത്തെ അങ്ങ് പണിയണമേ, അങ്ങ് അവരെ രക്ഷിക്കണമേ. അങ്ങ് പൂർണ്ണമായി അവരെ രക്ഷിക്കാൻ പ്രാപ്തനായ ദൈവമാണല്ലോ. അവരനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, അവരനുഭവിക്കുന്ന സാമ്പത്തിക തകർച്ചയിൽ നിന്ന്, അവരനുഭവിക്കുന്ന എല്ലാ പരാജയത്തിൽ നിന്ന്, കുടുംബജീവിത തകർച്ചയിൽ നിന്ന്, തലമുറയോടുള്ള ബന്ധത്തിൽ, സമസ്ത മേഖലകളിലും അവർ കർത്താവെ അനുഭവിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ദൈവം അവരെ വിടുവിക്കണമേ. അവർ ദൈവത്തോട് അടുത്തു വരുവാൻ ഇടയാകണം. ദൈവത്തോട് അടുത്തു വരുന്നവരെ വിടുവിക്കാൻ കഴിയുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വചനത്തിൽ വായിച്ചു. ഈ വചനം ഒരു അനുഗ്രഹമായി തീരണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ തകർച്ചയിലും ദൈവം നിങ്ങളെ വിടുവിക്കും. ഒറ്റ കാര്യം, ദൈവത്തോട് അടുത്ത് വരിക, ദൈവത്തോട് ക്രിസ്തു മുഖാന്തരം അടുത്ത് വരിക, യേശുവിലേക്ക് അടുത്ത് ചെല്ലുക. യേശു നിങ്ങളെ വിടുവിപ്പാൻ പ്രാപ്തനായ ദൈവം. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.